Health tips for every day, for everyone. From Dr. Mims. Oh, Dr. Mims. Good evening. ഹലോ മിനി, ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ഇല്ല ഡോക്ടർ, ഞാൻ ലീവ് എടുത്തു. ഫ്രണ്ട്സിന്റെ കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. എന്നാ മിനി വരൂ, ബൗളിംഗ് നോക്കാം. ഹേയ് ഇല്ല ഡോക്ടർ, എനിക്ക് കൈക്ക് നല്ല സുഖമില്ല. അതുകൊണ്ടാണ് ഇവിടെ മാറിയിരിക്കുന്നത്. ഓ, എന്നിട്ട് ഡോക്ടേഴ്സിനെ ആരെയും കാണിച്ചില്ലേ? കാണിച്ചു. ഡോക്ടർ പറഞ്ഞത് ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോം ആണെന്നാ. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണിത് ഡോക്ടർ? അതായത് നമ്മുടെ കൈമുട്ടിലൂടെ കടന്നു പോകുന്ന അൾനാർ നാഡിയിൽ ഉണ്ടാവുന്ന സമ്മർദ്ദമാണ് ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോമിന് കാരണമാകുന്നത്. ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? കൈയിലെ സുപ്രധാന നാഡിയാണ് അൾനാർ നാഡി. ഒരു ടെലിഫോൺ കേബിൾ പോലെ അത് സുഷുമ്ന നാഡിയെയും കൈയിലെ പേശികളെയും ബന്ധിപ്പിക്കുന്നു. കൈമുട്ടിൽ വിരലുകൾ കൊണ്ട് തട്ടിയാൽ ഷോക്ക് അടിച്ച പോലെ തരിപ്പ് അനുഭവപ്പെടാറില്ലേ? അത് അൾനാർ നാഡിയിൽ തട്ടുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് ഈ അൾനാർ നാഡിക്ക് സമ്മർദ്ദമേൽക്കുന്നത്? കൈമുട്ട് മേശമേൽ അമർത്തി ജോലി ചെയ്യുക, കമ്പ്യൂട്ടർ മൗസ് പിടിക്കുന്ന നിലയിൽ ദീർഘനേരം കൈവയ്ക്കുന്നതും ഈ പ്രശ്നമുണ്ടാക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കയ്യിൽ ബലക്കുറവുണ്ടാവും. മോതിരവിരലിലും ചെറുവിരലിലും തരിപ്പും തുടിപ്പും അനുഭവപ്പെടുകയും ചെയ്യും. ഡോക്ടർ, അപ്പൊ ഇതിനുള്ള ചികിത്സ? രോഗതീവ്രത എത്രത്തോളം ഉണ്ടെന്നത് അടിസ്ഥാനമാക്കി തന്നെയാണ് ചികിത്സ. അൾനാർ നാഡിയെ ബുദ്ധിമുട്ടിലാക്കുന്ന ശാരീരിക നിലകൾ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കൈകൾ ശരിയായ നിലയിൽ വെക്കുക എന്നതും ദീർഘനേരം ഒരേ രീതിയിൽ കൈകൾ വെക്കാതിരിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടാതെ വേദനയും നീർക്കെട്ടും ഉള്ളവരിൽ വേദന സംഹാരികൾ ആവശ്യമായി വരാറുണ്ട്. രോഗതീവ്രത കൂടുതലാണെങ്കിൽ കുറച്ചുനാൾ സ്പ്ലിന്റിംഗ് നൽകേണ്ടി വരും. ഡോക്ടർ, ഇതിന് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? നാഡിയിൽ സ്ഥിരമായി താങ്ങാനാവാത്ത സമ്മർദ്ദം അനുഭവപ്പെടുന്നവരിലും രോഗകാഠിന്യം കൂടിയവരിലുമാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്.